രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ കേട്ട ശേഷം നമുക്ക് ഈ വിശകലനത്തിലേക്ക് മടങ്ങി വരാമെന്നാണ്. തീർച്ചയായും BJP-യുടെ ക്രൈസ്തവ പ്രകടനത്തിൽ എ ഗ്രൂപ്പ് കത്ത് നൽകിയതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുകയാണ്. KPC പ്രസിഡന്റുമായി സംസാരിച്ചുവെന്നും 20-ന് രാഷ്ട്രീയകാര്യ സമിതി ചേരുമെന്നും അറിയിച്ചിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ പറഞ്ഞു. ക്രിസ്തീയ ഭവന BJP നേതാക്കൾ ക്രിസ്തീയ ഭവനങ്ങൾ നടത്തുന്ന സന്ദർശനത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും ഇല്ല, ഇവർ വേഷം മാറി വന്നവരാണെന്ന് ക്രിസ്തീയ സമുദായത്തിന് അറിയാമെന്നും ചെന്നിത്തല വിമർശിക്കുകയും ചെയ്തു. ബിഷപ്പുമാരുടെ ചില പ്രസ്താവനകളുണ്ടാകും, അതൊന്നും മൊത്തത്തിൽ സഭയുടെ വികാരമോ സഭാ മക്കളുടെ താല്പര്യമാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഇത്രയും കാലം അവരെ ദ്രോഹിച്ച ആളുകൾ ഇപ്പം സ്നേഹത്തോടെ സമീപിക്കുന്നത് കാണുമ്പോഴാണ് വാർത്തയാകുന്നത്. അതിനകത്ത് ആരും വീണുപോകില്ല, അതൊരു കെണിയാണ് എന്ന ബോധ്യം അവർക്കുണ്ടാകും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് ഇവർ വേഷം മാറി വന്നിരിക്കുകയാണ്. കേന്ദ്ര ഭരണകൂടത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ കൈക്കലാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് BJP നടത്തുന്നത്. ഇത് പല സംസ്ഥാനങ്ങളിൽ നടത്തി പരാജയപ്പെട്ടിട്ടുള്ളതാണ്. മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് കോൺഗ്രസും UDF-ഉമാണ്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അടിയന്തരമായി രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു കൂട്ടണമെന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിനുമുണ്ട്, എനിക്കുമുണ്ട്. 20-ാം തീയതി കൂടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.